ഔട്ട്പുട്ടിൽ എല്ലാം നിങ്ങൾക്ക് കാണാം അല്ലേ? ഇത്രയും വരെ ചെയ്ത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഡിസൈൻ ചെയ്തത്? ശരി, ഇനി ഞാൻ ചെയ്യാൻ പോന്നെ, ഞാൻ ഇവിടെ 1 എന്നും പറഞ്ഞൊരു ബട്ടൺ വെച്ചായിരുന്നു അല്ലേ നേരത്തെ. ആ 1ന്റെ കണ്ടന്റ് ഞാൻ ക്ലിക്ക് എന്നാക്കുവാണേ. ക്ലിക്ക് മീ അതുകൂടെ വന്നു. എനിക്കിനി ഈ ക്ലിക്ക് മീയുടെ തൊട്ടപ്പുറത്ത് റീസെറ്റ് എന്നൊരു ബട്ടൺ വരണം. അന്നേരം ഈ ബട്ടൺ ഞാൻ കോപ്പി ചെയ്ത് ആയിട്ട് വെച്ചപ്പോഴേ കോപ്പി ചെയ്ത് ആയിട്ട് വെക്കുവാണേ. എന്നിട്ട് അതിനകത്തുള്ള ക്ലിക്ക് മീ ഞാൻ മാറ്റിയിട്ട് റീസെറ്റ് എന്നാക്കി അതിന്റെ ID B2 വെച്ചു. ഇത്രയും വരെ ഓക്കെ ആണോ? ഇത്രയും വരെ ഓക്കെ. ഈ രണ്ട് ബട്ടൺ ഞാൻ വെച്ചല്ലോ. ഈ 2 ബട്ടൺ എനിക്ക് താഴെ വരണ്ട, അത് ഹൊറിസോണ്ടലായിട്ട് വരണം. എന്നിട്ട് പറയുന്ന മനസ്സിലായത്, ഈ 2 ബട്ടൺ എന്ത് കൊടുത്താലും ലീനിയർ ലേഔട്ടിൽ ഇപ്പം ഡിഫാൾട്ട് കൊടുത്തേക്കുന്ന വെർട്ടിക്കലായിട്ട് താഴെ വരത്തുള്ളൂ അല്ലേ? പക്ഷെ എനിക്ക് ഈ 2 ബട്ടൺ മാത്രം ഹൊറിസോണ്ടലാക്കാം. എന്തെങ്കിലും മാർഗം ഉണ്ടോ? മാർഗം ഏതാ കേട്ടില്ല. ഓക്കെ ഞാൻ പറയട്ടെ. അങ്ങനെയൊക്കെ പറ്റുമെന്ന് വെച്ചാൽ സെന്ററിലല്ല ആവത്തുള്ളൂ. എനിക്ക് സെന്ററിലല്ല വണ്ടി വേണമെങ്കിൽ ഈ 2 ബട്ടനെ മാത്രം എന്ത് വേണം, എനിക്ക് ഹൊറിസോണ്ടലാക്കണം. അതിനുള്ള ഓപ്ഷൻ നമ്മുടെ ബട്ടൺ ഏതൊക്കെയായിരുന്നു ഇത്രയാണ്. ഇത് 2ആണ് നമ്മുടെ ബട്ടൺ അല്ലേ? ഇത്രയും സാധനം ഈ ലീനിയർ ലേഔട്ടിനകത്ത് വീണ്ടും ഞാൻ ഒരു നെസ്റ്റർ ലീനിയർ ലേഔട്ട് എടുക്കാൻ പോവാ. എന്നിട്ട് അതിന്റെ ഓറിയന്റേഷൻ ഹൊറിസോണ്ടലാക്കിയ പോരെ? ഹലോ, ലേഔട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം. ഇപ്പം നമ്മുടെ മെയിൻ ലേഔട്ട് എന്ന് പറയുന്നത് ലീനിയർ ലേഔട്ട് ആണ്. ലീനിയർ ലേഔട്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഓറിയന്റേഷൻ വെർട്ടിക്കലാണ്. ഓക്കെ, ഇനി അന്നേരം എന്തെഴുതിയാലും താഴെ പോകത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ 2 ബട്ടൺ മാത്രം വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആവണമെങ്കിൽ ഇവിടെ ഞാൻ അടുത്ത ലീനിയർ ലേഔട്ട് എഴുതാൻ പോവാം. ആ ലീനിയർ ലേഔട്ടിന്റെ ഓറിയന്റേഷൻ ഹൊറിസോണ്ടൽ ആക്കിയ പോലെ. മനസ്സിലായോ? ലീനിയർ ലേഔട്ട് എഴുതുന്നു. ഇതിന്റെ വാപ്പ് കണ്ടന്റ് വെച്ചു. ഓറിയന്റേഷൻ കാണുന്നുണ്ടോ? ഹൊറിസോണ്ടൽ ആക്കുന്നു. എന്നിട്ട് ഈ ക്ലോസിംഗ് ടാഗ് എടുത്ത് ഈ ബട്ടൺ കഴിഞ്ഞിട്ട് ഇടുക. ബട്ടൺ ഇവിടെ തീരുന്നു. കണ്ടോ ഔട്ട്പുട്ട് കണ്ടോ? അത് 2 മാത്രം ഹൊറിസോണ്ടലായി. അതായത് ലീനിയർ ലേഔട്ടിനകത്ത് ഹൊറിസോണ്ടലായിട്ട് എത്ര വേണോ അത് മാത്രം ഞാനൊരു വേറൊരു നെസ്റ്റഡ് ലീനിയർ ലേഔട്ട് എഴുതി അതിന്റെ ഓറിയന്റേഷൻ ഹൊറിസോണ്ടൽ ആക്കിയിട്ട് അതിനകത്ത് എത്ര വെച്ചാലും ഇനി ഒരു ബട്ടൺ വെച്ചാലും ഇനി അതിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകത്തുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അന്നേരം ഇവിടെ നമ്മൾ 3 റേഡിയോ ബട്ടൺ വെച്ചു. റേഡിയോ ബട്ടൺ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോ ഗ്രൂപ്പ് വെച്ചു. അതിനൊരു ID കൊടുത്തു RG. പിന്നെ അതിനകത്ത് 3 റേഡിയോ ബട്ടൺ വെച്ചു. R1, R2, R3 വെച്ചു. പിന്നെ ഞാൻ വെച്ചത് ഒരു ലീനിയർ ലേഔട്ട് വെച്ചു. ലീനിയർ ലേഔട്ട് വെക്കാൻ കാരണം ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ലേഔട്ട് അല്ല, അതിനകത്ത് എത്ര ലേഔട്ടുകൾ വേണേലും എഴുതാം. ഇനി ഇതിനകത്ത് റിലേറ്റീവ് എഴുതാം, എങ്ങനെ വേണേലും എഴുതാം. മനസ്സിലായോ? നെസ്റ്റഡ് ആയിട്ട് എത്ര വേണേലും വരാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്യാം. അതിനകത്ത് 2 ബട്ടൺ വെച്ചു. അതിൽ ആദ്യത്തെ ബട്ടൺ എന്ന് പറയുന്നത് B1 ആണ്, രണ്ടാമത്തെ ബട്ടൺ B2 ആണ്. അതിനും പുറത്ത് വന്നിട്ട് താഴെയായിട്ട് ഞാൻ ടെക്സ്റ്റ് വെച്ചു. അതിന്റെ ID G1 ആണ്. ഇത്രയും ക്ലിയർ ആണേ? ഞാൻ ജാവയിലേക്ക് വന്നു, ജാവ കോഡിലേക്ക് വന്നു. ഓക്കെ, നേരത്തെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു അല്ലെ? അതിന് B1 നമ്മൾ നേരത്തെ എഴുതി വെച്ചു. അതിനെ ക്ലിക്ക് ചെയ്താൽ ഒരു ടോസ്റ്റ് വരാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്തൊക്കെ ഉണ്ട്? R1 ഉണ്ട്, റേഡിയോ ബട്ടൺസുകളുണ്ട് അല്ലേ? അന്നേരം റേഡിയോ ബട്ടൺ ഉണ്ടാക്കുന്നു. റേഡിയോ ബട്ടൺ റേഡിയോ ബട്ടണിന്റെ ഒബ്ജക്റ്റ് ആണ് R1 ഈക്വൽസ് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. റേഡിയോ ബട്ടൺ ഫൈൻഡ് വാല്യൂ ബൈ ID R.ID.R1. അങ്ങനെ 3 എണ്ണം ഉള്ളതുകൊണ്ട് ഞാനിത് കോപ്പി ചെയ്തു. ഇത് R2, ഇത് R3, ഇത് R2, അടുത്ത R3. ഓക്കെ, പിന്നെ ഒരു റേഡിയോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലയോ?
അതിന് ഞാൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, റേഡിയോ ഗ്രൂപ്പ്. അവിടെ ഞാൻ കൊടുത്ത RG ആയിരുന്നു, ഈക്വൽസ് റേഡിയോ ഗ്രൂപ്പ് ഫൈൻഡ് വാല്യൂ ബൈ ID r.id.rg. റേഡിയോ ഗ്രൂപ്പിനെയും ഞാൻ ലിങ്ക് ചെയ്തു. ഇനി ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, ടെക്സ്റ്റ് വ്യൂ T1 എന്നാണ് അവിടെ കൊടുത്തത്. അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തു. ടെക്സ്റ്റ് വ്യൂ ഫൈൻഡ് വാല്യൂ ബൈ ID r.id.t1. ബട്ടൺ 2 വേണം, അത് അവിടെ നിൽക്കിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, തരം ഇത്രയും സാധനങ്ങൾ ചെയ്തു. മെയിനായിട്ട് റേഡിയോ ബട്ടൺ ആണ് എന്ന് പറയുന്നത്. റേഡിയോ ബട്ടണുകൾ 3 ഉണ്ട്. അത് R1, R2, R3. ഇത് 3 ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് റേഡിയോ ഗ്രൂപ്പ്. അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി RG. ഇത്രയും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്, കുഴപ്പമില്ലല്ലോ. RG എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ്. RG.set on check change listener ആദ്യം കിടക്കണം. കണ്ടോ? അത് സെലക്ട് ചെയ്തു. അതിനകത്ത് ഒരു ഒബ്ജക്റ്റീവ് ചോദിക്കുന്നു. ഞാൻ ന്യൂ റേഡിയോ ഗ്രൂപ്പ്. കണ്ടോ, കോഡുകൾ തന്നെ വന്നു. നമ്മൾ നേരത്തെ ബട്ടൺ എഴുതുന്ന പോലെ. എന്നിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ലിസണർ ആണ്. പക്ഷെ ആ ലിസണർ എന്താ? ഓൺ ചെക്ക്ഡ് ചേഞ്ച് ലിസണർ. ഏതിനെയാണോ ഈ ഗ്രൂപ്പിനകത്തുള്ള 3 ഉണ്ട്, അതിനകത്ത് ഏതിനെയാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതിനെയാണോ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്, അതാ ഉദ്ദേശിച്ചത്. അതായത് ഈ ഗ്രൂപ്പിനകത്ത് ഇപ്പം ഞാനിപ്പോ എഴുതിയിരിക്കുന്ന 3 ആണ്. അതിൽ ഏതിനെയാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്, അതിന്റെ ID എനിക്ക് ഇവിടെ ID ആയിട്ട് കിട്ടും. കണ്ടോ, ചെക്ക് ID കണ്ടോ, പാരാമീറ്ററിൽ. അതായത് മെത്തേഡ് ഇവിടെ ഉണ്ടായി, പബ്ലിക് വോയിഡ് ഓൺ ചെക്ക് ചേഞ്ച്. അതിനകത്ത് റേഡിയോ ഗ്രൂപ്പിന്റെ വേരിയബിൾ ആണ്, അല്ലെ ഒബ്ജക്റ്റ് ആണ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഒരു ഇൻഡിജർ ആണ്. ആ ഇൻഡിജർ എന്ന് പറയുന്നത് എന്താ? ചെക്ക് ID എനിക്ക് കിട്ടി. എന്നിട്ട് ഞാൻ ഏതിനെയാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുള്ള ID കിട്ടാൻ പോവാം. കിട്ടി. എന്നിട്ട് ഞാനിവിടെ സ്വിച്ച് എഴുതാൻ പോവാം. സ്വിച്ച് ID എടുത്തു കൊടുത്തു. സ്വിച്ച് ചെക്ക് ID എടുത്തു കൊടുത്തു. കാരണം ഈ 3 ഉണ്ടല്ലോ, 3 ഇനി ഉണ്ടല്ലോ. അതിനകത്തുനിന്ന് ഏതാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി. ഓക്കെ, ഇത്രയും വരെ കുഴപ്പമില്ലല്ലോ. അതിൽ ആദ്യത്തെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ കേസ് r.id.r1 എന്ന് വെച്ചാൽ ആദ്യത്തേതാണെങ്കിൽ R1 ആണ് ഞാൻ ക്ലിക്ക് ചെയ്തെങ്കിൽ എന്നർത്ഥം. R1 ആണ് ഞാൻ ക്ലിക്ക് ചെയ്തതെങ്കിൽ ഞാൻ ഒരു ടോസ്റ്റ് പ്രിന്റ് ചെയ്യിക്കാം. ടോസ്റ്റ് പ്രിന്റ് ചെയ്യാൻ നേരത്തെ മെസ്സേജ് എഴുതിയാൽ പോരെ. നേരത്തെ ക്ലാസ് ഉണ്ടാക്കി വെച്ചില്ലേ, മെസ്സേജ് ഡോട്ട് മെസ്സിനകത്ത് ഗെറ്റ് ആക്ടിവിറ്റി കോണ്ടെക്സ്റ്റ് കോമ ക്ലിക്ക്ഡ് 1. കണ്ടോ, ഒന്നാമത്തെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു പറഞ്ഞു. എന്നിട്ട് കേസ് എന്ത് ചെയ്ത് ബ്രേക്ക് ചെയ്തു. ഓക്കെ ആണോ? ഇപ്പൊ ആദ്യത്തെ കേസായി. ഓക്കെ, രണ്ടാമത്തെ കേസ് ഇടുന്നു. കേസ് r.id.r2 ആണെങ്കിൽ ഈ ലൈനിങ് കോപ്പി ചെയ്യാം, പിന്നെ എഴുതണ്ടല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു ക്ലിക്ക് 2. അടുത്തത് മൂന്നാമത്തെ കേസ് ആണെങ്കിൽ കേസ് r.id.r3 ആണെങ്കിൽ കണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞു ക്ലിക്ക്ഡ് 3. കണ്ടോ, ഇത്രേ ഉള്ളൂ. കണ്ടോ, അന്നേരം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായേ? അതായത് ഇതൊന്നുമില്ല, എത്ര റേഡിയോ ബട്ടൺ ഉണ്ടോ അതിനെല്ലാം ഒബ്ജക്റ്റ് ഉണ്ടാക്കി. റേഡിയോ ബട്ടണിനെ ഒരു ഗ്രൂപ്പ് ചെയ്തേക്കുന്ന റേഡിയോ ബട്ടനെ റേഡിയോ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. അതിന്റെ ഒബ്ജക്റ്റ് ഞാൻ RG ഉണ്ടാക്കി. RG ഗ്രൂപ്പ് ചെയ്തേക്കുന്നതിനകത്തുനിന്ന് ഒരെണ്ണേ എനിക്കൊരു സമയത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞു RG.set on checked change listener. സാധാ ലിസണർ അല്ല, ക്ലിക്ക് ലിസണർ അല്ല. ഈ RGക്കകത്ത് ആരെയാണോ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അതിന്റെ ലിസണർ വിളിച്ചു. അതിനകത്ത് എനിക്ക് എന്ത് കിട്ടി? ഒരു മെത്തേഡ് തന്നെ ഡിഫൈൻ ആയി വന്നു. ഓൺ ക്ലിക്കിനകത്ത് വരുന്നത് പോലെ തന്നെ ഒരു മെത്തേഡ് വന്നു. അതിനകത്ത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ചെക്ക് ID, ഏതിനെയാണോ ക്ലിക്ക് ചെയ്ത് അതിന്റെ ID എനിക്ക് കിട്ടി. ആ ID ഞാൻ സ്വിച്ചിനകത്ത് കൊടുത്തു. ആദ്യത്താണോ രണ്ടാമത്താണോ മൂന്നാമത്താണോ നോക്കി. ആണെങ്കിൽ ഞാൻ ടോസ്റ്റിനെ വിളിച്ചു. ഓക്കെ, ഇതാ വന്നു.
ഓക്കെ സർ. ഞാൻ ആദ്യത്തെ തന്നെ ക്ലിക്ക് ചെയ്യാൻ പോവാണേ. ആ വന്നു ക്ലിക്ക്ഡ് 1 കണ്ടോ, താഴെ വന്നു. രണ്ടാമത്തെയാണ് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ക്ലിക്ക്ഡ് 2, മൂന്നാമത്തെയാണ് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ക്ലിക്ക്ഡ് 3. കിട്ടിയോ? എനിക്ക് ക്ലിക്ക് ഇവന്റിൽ തന്നെ ഈ ഹായ് എന്നുള്ള എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് അല്ലേ, ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് മാറ്റണമെന്ന് വിചാരിക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ റിസോർച്ചിൽ പോയി കളർ കൊടുത്താൽ പോരെ? ഞാൻ പറയാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? അന്നേരം ഇതുവരെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ ഒരു ജാവയിൽ എങ്ങനെ ക്ലാസ് ഉണ്ടാക്കാം, ആ ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ഉണ്ടാക്കാം. ആ മെത്തേഡിനെ എനിക്ക് വേറൊരിടത്തു നിന്ന് എളുപ്പത്തിൽ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മെത്തേഡിനെ ഉണ്ടാക്കി സ്റ്റാറ്റിക് ആക്കി. സ്റ്റാറ്റിക് അല്ലെങ്കിലും വിളിക്കാൻ പറ്റും, അന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയേ വിളിക്കാൻ പറ്റും. എന്നിട്ട് അതിനെ ഞാനൊരു ടോസ്റ്റ് വെച്ച് വിളിച്ചു കാണിച്ചു അല്ലേ? പിന്നെ ലീനിയർ ലേഔട്ടിനെ കുറിച്ച് പറഞ്ഞു. ലീനിയർ ലേഔട്ടിനകത്ത് പ്രത്യേകത ഒന്നുമില്ല, അത് ലീനിയർ ആണ്. അതൊന്ന് വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് വരത്തുള്ളൂ. അതിന് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. ഡീഫാൾട്ട് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലാണ്, താഴെയാണ് വരുന്നത്. അത് ഹൊറിസോണ്ടലാക്കിയാൽ റൈറ്റിലേക്ക് വരും. ഒരു ലേഔട്ടിനകത്ത് എത്ര ലേഔട്ടുകൾ വേണേലും വെക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ കണ്ട് ക്ലിക്ക് മീയും റീസെറ്റ് എന്ന് പറഞ്ഞത് വേറൊരു റിലേറ്റീവ് ലേഔട്ട് ആണ്. അതിന്റെ ഓറിയന്റേഷൻ എന്തായിട്ട് ഞാൻ കൊടുത്തു? ഹൊറിസോണ്ടലായിട്ട് കൊടുത്തു. അത് നേരം ഹൊറിസോണ്ടലായിട്ടേ വരത്തുള്ളൂ. റിലേറ്റീവ് എന്ത് വേണേലും കൊടുക്കാം. ഇങ്ങനെ ഒരു ലേഔട്ടിനകത്ത് എത്ര ലേഔട്ടുകൾ വേണേലും നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് കൊടുക്കാം. ഇത്രയും പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിനകത്തു നിന്ന് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റേഡിയോ ഗ്രൂപ്പ്. റേഡിയോ ഗ്രൂപ്പിനെ ഞാനിവിടെ ഒരു ഐഡി കൊടുത്ത് RG എന്ന് പറഞ്ഞ ഒരു ഐഡി കൊടുത്ത് ഞാൻ സ്പെസിഫൈ ചെയ്തു. കാരണം അതിനകത്തുള്ള എത്ര എണ്ണം ഉണ്ടോ അതിന്റെ എല്ലാം ID കിട്ടാനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഇപ്പൊ ചെയ്ത് വെച്ചേക്കുന്നത്. എന്തോ സെറ്റ് ഓൺ ചെക്ക്ഡ് ചേഞ്ച് ലിസണർ. ഇതിനെ ആരെങ്കിലും ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചോ, അത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചെക്ക്ഡ് ID എന്ന് പറഞ്ഞൊരു വേരിയബിൾ ജാവ ഇവർ ആൻഡ്രോയിഡ് തന്നെ തരും. അത് ഞാൻ എടുത്ത് സ്വിച്ചിനകത്ത് കൊടുത്ത് ആദ്യത്തേതാണെങ്കിൽ കേസ് 1 എന്ന് പറയുന്ന ആദ്യത്താണെന്ന് വെച്ചാൽ r.id.r1 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, 2 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, 3 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ എല്ലാം ഞാൻ ചെയ്തെന്താ, നേരത്തെ നമ്മൾ എഴുതിയ ജാവ ക്ലാസ്സിനകത്തുള്ള ടോസ്റ്റിനെ വിളിച്ചു. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഞാൻ ഇനി ഇപ്പുറത്ത് നമ്മുടെ റിസോഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് വന്നു. അതിലേറ്റവും താഴത്താണ് വാല്യൂ കാണുന്നുണ്ടല്ലോ. വാല്യൂസിനകത്ത് ആദ്യത്താണ് കളർ. അതിനകത്ത് ഇപ്പം കുറെ കളറുകൾ കിടക്കുന്നു. അതിൽ ഏറ്റവും താഴത്തെ കളറിനെ ഞാൻ കോപ്പി ചെയ്തു. ഓക്കെ. എന്നിട്ട് എൻ്റടിച്ച് അത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ എറർ കാണിക്കും, കാരണം രണ്ടിന്റെ പേര് ഇപ്പോൾ ഒന്നായി പോയി. കേട്ടോ, ഇത് ഞാൻ വേറൊരു പേര് എടുക്കുന്നു. ഇത് 1 എന്ന് കൊടുക്കുന്നു. ONE1. ഓക്കെ. അന്നേരം 1-ന് ഇപ്പം ഡിഫോൾട്ട് കിടക്കുന്ന മഞ്ഞ കളറാണ്. ആ കളർ മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ പറയാം. കാരണം ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പെറ്റൽ ഓപ്പൺ ആയി വരും. ഇവിടുന്ന് ഞാനൊരു കളർ സെലക്ട് ചെയ്തു. ഇപ്പൊ ആ കളർ ആയി. രണ്ടാമത് വീണ്ടും എൻ്റർ അടിച്ചു, ഞാൻ പേസ്റ്റ് ചെയ്തു. ആ രണ്ടാമത് ഞാൻ ചെയ്തതിന്റെ പേര് ഞാൻ 2 എന്നാക്കുന്നു. 2-ന് ഇപ്പൊ കിടക്കുന്നത് മഞ്ഞ കളറാണ്. അതിന്റെ കളറ് വേറെ കളറാക്കുന്നു. 3 കളറുകളാണ്. അടുത്ത കളറ് വീണ്ടും ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. അതിൽ അടുത്തതിന്റെ പേര് ഞാൻ 3 എന്നാക്കി. അതിന്റെയും കളർ ഞാൻ മാറ്റി വേറൊരു കളർ വെച്ചു. അങ്ങനെ 3 കളറുകൾ ഞാൻ സെറ്റ് ചെയ്തു. ഇത്രയും ക്ലിയർ ആണേ? കേട്ടോ, ഇത് 3 കളർ. ഓക്കെ. ഈ 3 കളറ് ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോത്രേ ഉള്ളൂ. ഇതുവരെ എല്ലാം ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ? പറയട്ടെ. ഞാൻ ആക്ടിവിറ്റി മെയിൻ ഞാൻ ഭയങ്കര സ്പീഡാണോ ഈ പറയുന്നതൊക്കെ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മെയിൻ ആക്ടിവിറ്റി വന്നു. മെയിൻ ആക്ടിവിറ്റി വന്നിട്ട് ആദ്യത്തെ തന്നെ ക്ലിക്ക് ചെയ്താൽ അതല്ലേ കേസ് 1. ഇവിടെ മെസ്സേജ് വന്നു അല്ലേ? മെസ്സേജ് വന്നു. എന്നിട്ട് ഞാൻ ആ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് മാറ്റാൻ പോകാം. ടെക്സ്റ്റിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെ? T1 ഡോട്ട് അല്ലേ? T1 അല്ലേ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്? എന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. T1 ഡോട്ട് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ. കണ്ടോ? ഈ ബാക്ക്ഗ്രൗണ്ട് കളറിനകത്ത് എനിക്ക് ഒരു കളറാ കൊടുക്കണ്ടേ? കണ്ടോ? ഇന്റർനെറ്റ് കണ്ടോ? കാണുന്നുണ്ട്. പക്ഷെ എന്റെ ഈ കളർ എവിടെ കിടക്കുന്നത്?
റിസോഴ്സിനകത്താണ്. അതുകൊണ്ട് ഇതിനകത്ത് ഗെറ്റ് റിസോഴ്സ് ഇതാവുന്നുണ്ടോ? ഗെറ്റ് റിസോഴ്സിനകത്ത് ഗെറ്റ് കളറിനകത്ത് കാണുന്നുണ്ടേ? ആപ്പ് ഡോട്ട് കളർ ഡോട്ട് ഞാനിപ്പോ എഴുതിയ 1 ഇതാവുന്നു കണ്ടോ? ഇത്രയും എഴുതുമ്പോഴാണ് ആ 1 എന്ന് പറഞ്ഞ കളറ് ഈ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. കണ്ടോ ഇവിടെ വന്നു കണ്ടോ? ഈ ലൈൻ കോപ്പി ചെയ്തു രണ്ടാമത്തേന് വെച്ചു. എന്നിട്ട് ഈ 1 മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? 2 ആക്കിയാൽ പോരെ രണ്ടാമത്തെ കളർ. മൂന്നാമത്തെ ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. അവിടെ ഞാൻ മൂന്നാമത് അവിടെ കൊടുത്ത കളർ ഏതാ? 3 അല്ലേ? 3 3 കളറുകളുമായി കിട്ടിയോ? ഇവിടെ ഞാൻ ചെയ്ത് ടെക്സ്റ്റ് 1ന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് കളർ റൺ ടൈമിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്രാക്കറ്റിൽ ഒരു നമ്പറാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ നമ്പർ 1 2 3 എന്നോ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പറ്റത്തില്ലെന്നല്ല, പറ്റും. അത് ഞാൻ നേരത്തെ അപ്പുറത്ത് റിസോഴ്സിൽ സെറ്റ് ചെയ്തതുകൊണ്ട് ആ നമ്പർ പറഞ്ഞു കൊടുക്കാൻ റിസോഴ്സ് ഫയലിൽ നിന്ന് എടുക്കണം. ഗെറ്റ് റിസോഴ്സ് എടുക്കണം ഡോട്ട് അതിനകത്തെ ഗെറ്റ് കളർ എന്ന് പറഞ്ഞതിനകത്ത് അതിന്റെ ഐഡി കൊടുക്കണം. ആ ഡോട്ട് കളർ ഡോട്ട് ആ കളറിന്റെ പേര്. രണ്ടാമത്താണെങ്കിൽ അതിന്റെ പേര് 2 ആണ്. മൂന്നാമത്തെ ആണെങ്കിൽ അതിന്റെ പേര് 3 ആണ്. അല്ല ഞാൻ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. വന്നോ? രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത കളർ, മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത കളർ. കണ്ടോ? ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രോഗ്രാമിന്റെ പകുതി കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞ പ്രോഗ്രാമിന്റെ പകുതിയായി. ഇനിയും ബാക്കി പാർട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലേതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ഐ ലൈക്ക് അതെന്ന് പറഞ്ഞായിരുന്നത്. അതിനെ കൂടി ഞാൻ ചെയ്തിട്ടില്ല അല്ലേ? ഇനി റീസെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ സെലക്ഷൻ എല്ലാം പോകാൻ വേണമായിരുന്നു. ഇവിടെ നോട്ട് സെലക്ടഡ് എങ്ങനെ എഴുതി ക്ലിയർ സെലക്ഷൻ എഴുതി കാണിക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ വെള്ളയാണായിരുന്നു അല്ലേ? അതെ, അത് ഞാൻ ചെയ്യത്തില്ല. ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ പകുതി പാർട്ടായി, ബാക്കി പകുതി നിങ്ങൾ കണ്ടുപിടിക്കണം. ശ്രമിക്കോ? എങ്ങനെ ചെയ്യും? അന്നേരം അതായത് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പം ആ കറസ്പോണ്ടിങ് ഐഡി കിട്ടണ്ടേ? അതെങ്ങനെ കിട്ടും? എന്തെങ്കിലും മാർക്കുണ്ടോ? ഒരു ചെറിയൊരു ക്ലൂ പറഞ്ഞു തരാം. ബട്ടൺ ഇതല്ലേ? ബട്ടന്റെ താഴെ ഞാനൊരു വേരിയബിൾ വെച്ചു. നോക്കിയേ, ഇൻഡെക്സ് ഉണ്ടാവും, കാണാവോ? ആർജി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പിന്റെ റേഡിയോ ഗ്രൂപ്പിന്റെ ഒബ്ജക്ട് ഡോട്ട് പുതിയൊരു മെത്തേഡ് ഗെറ്റ് ചെക്ക്ഡ് റേഡിയോ ബട്ടൺ. ആ ഗ്രൂപ്പിനകത്ത് ക്ലിക്ക് ചെയ്ത് ഏത് റേഡിയോ ബട്ടൺ ആണോ അതിന്റെ IDSC കിട്ടും. റേഡിയോ ബട്ടനകത്ത് മൂന്ന് റേഡിയോ ഗ്രൂപ്പിനകത്ത് 3 റേഡിയോ ബട്ടനാ വെച്ചത്. അന്നേരം 3 എണ്ണത്തിന്റെ എന്ത് കിട്ടും? ID കിട്ടും. ഞാൻ ഈ ID ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കട്ടെ. പോസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കാം. മെസ്സേജ് ഡോട്ട് MESS അതിനകത്ത് ഗെറ്റ് ആപ്ലിക്കേഷൻ കോൺടാക്ട് പാസ് ചെയ്യണം. രണ്ടാമത് എസ് പാസ് ചെയ്യണം. പക്ഷെ ഇവിടെ എസ് ഇപ്പൊ എറർ കാണിക്കും, കാരണം എസ് എന്ന് പറഞ്ഞ ഇന്റിജറാ അല്ലേ? അതിനെ ഒന്ന് സ്ട്രിങ് ആക്കണം. അതിനെ സ്ട്രിങ് ആക്കാൻ എന്താ വേണം? ഒരു ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്പേസ് ഇട്ട് പ്ലസ് ഇട്ടാ പോരെ? ആയി അല്ലേ? ഒരു ഇന്റിജറിന്റെ കൂടെ ഒരു സ്ട്രിങ്ങിന്റെ കൂടെ എന്തായാലും എന്തായി? സ്ട്രിങ് ആയി. കിട്ടിയോ? ഓട്ടോമാറ്റിക് ആയിട്ട് ടൈപ്പ് കാസ്റ്റിംഗ് നടക്കും. അന്നേരം ഇവിടുത്തെ മെത്തേഡ് എടുത്താണ് ഈ ആർജി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഗ്രൂപ്പിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ID എവിടെ കിട്ടും? എസിനകത്ത് കിട്ടും. എസ് ആണെന്ന് പ്രിന്റ് ചെയ്തു. എസ് ഒന്ന് പ്രിന്റ് ചെയ്തു. ഞാൻ റൺ ചെയ്ത് കാണിക്കാം. ഇതിനെ ക്ലിക്ക് ചെയ്തപ്പോൾ ചുവപ്പ് കളർ, ഇതിനെ ക്ലിക്ക് ചെയ്തപ്പോൾ കളറൊക്കെ മാറുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ 1നെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. 1നെ സെലക്ട് ചെയ്തിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോട്ടെ. നല്ല ക്ലിക്ക് 1 വന്നിട്ടുള്ളൂ. ക്ലിക്ക് ചെയ്യട്ടെ. എസ് പ്രിന്റ് ചെയ്യും. എസ് എന്താന്ന് പറഞ്ഞേ? ഇത് 3 എണ്ണത്തില് 1 ആണോ അതിന്റെ ID? അതിന്റെ ID അല്ലേ? അതിന്റെ ID എന്താ? R1 എന്നാണോ?
അതല്ല കിട്ടാൻ പോകുന്നത് നോക്കിയോ, ഒരു നമ്പറാണ് താഴെ ഹായ് ഓൾ വന്നു, അത് നേരത്തെ അതിന് താഴെ നമ്പർ വന്നുണ്ടോ 213. അത് ഞാൻ ഈ ടെക്സ്റ്റിലോട്ട് പ്രിന്റ് ചെയ്യാം, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. ടെക്സ്റ്റിനകത്തേക്ക് പ്രിന്റ് ചെയ്യട്ടെ. കണ്ടു ഇവിടെ ഇതാണ് ഇപ്പോൾ എഴുതി T1 ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് പ്ലസ് അത് ഇച്ചിരി വലുതായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അതെന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഞാൻ റൺ ചെയ്യാൻ കൊടുത്തു. വന്നു. ഞാൻ ഈ വണ്ണിനെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് എടുത്തു. ആ നമ്പർ വന്നു കേട്ടോ, 21312300939. നമ്പർ കണ്ടോ? ഞാൻ രണ്ടാമത്തെ സെലക്ട് ചെയ്തു. ക്ലിക്ക് ചെയ്യാൻ പോവാണ്. നമ്പർ മാറി 40 കണ്ടോ, ലാസ്റ്റ് ഡേറ്റ് മാത്രമേ മാറുന്നു. മൂന്നാമത്തേനെ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തപ്പം 41 കണ്ടോ. ഈ ലാസ്റ്റ് ഡേറ്റ് കണ്ടോ, ലാസ്റ്റ് ഡിജിറ്റേ മാറുന്നുള്ളത് ബാക്കി കോമൺ ആണ് കേട്ടോ. ആദ്യത്തെ 39, രണ്ടാമത്തെ 40, മൂന്നാമത്തെ എന്തോ. അന്നേരം ഇത് വല്ലതും സ്വിച്ച് കൊടുത്ത് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു ക്ലൂ തരാൻ വേണ്ടിയിട്ട് ഞാൻ തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനൊരു പ്രത്യേകതയും കൂടെ, അത് ഒന്നുകൂടെ റൺ ചെയ്താലേ പറ്റത്തുള്ളൂ. ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ. റേഡിയോ ബട്ടന്റെ ഐഡികൾ നമ്പർ ആയിട്ട് കിട്ടി. ഓക്കെ, ഇപ്പൊ എന്താ ഒന്നും സെലക്ടഡ് അല്ലല്ലോ, ഡിഫോൾട്ട് ആയിട്ട് നമ്മളൊന്നും സെലക്ട് എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണേ. അന്നേരം ഇവിടെ എന്ത് കിട്ടണമായിരിക്കും? നമ്പർ വരുമല്ലോ. ആ നമ്പർ ഒരു -1 ആയിരിക്കും കേട്ടോ, -1 കേട്ടോ. അന്നേരം ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം -1 ആണ്. എന്നുവെച്ചാൽ -1 എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ പോലും സെലക്ടഡ് അല്ല. അത് ഈ റീസെറ്റിന് വേണ്ടിയിട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനസ്സിലായോ? റീസെറ്റിന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറണമല്ലോ. അത് -1 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇനി 1 സെലക്ട് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ ആ നമ്പർ 1 കണ്ടോ. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊരു ക്ലൂ ആണ്. ഇതായപ്പോഴത്തേക്കും അവിടെ സൗകര്യം കഴിഞ്ഞു. ഒരു 2 ലൈനിലൂടെ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണേ. ബേസിക് ആയിട്ടുള്ള മെയിൻ കാര്യം ഇതാണ്. ഒരു ക്ലാസ് എങ്ങനെ ഉണ്ടാക്കാം, ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് അങ്ങനെ ഉണ്ടാക്കാം. അത് സ്റ്റാറ്റിക് മെത്തേഡ് ആയതുകൊണ്ട് എനിക്ക് പുറത്ത് നിന്ന് ആ ക്ലാസിന്റെ പേര് ഡോട്ടിട്ട് വിളിക്കാം. അത് സ്റ്റാറ്റിക് ആയത് കൊണ്ടുള്ള പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ഒബ്ജക്ട് ഉണ്ടാക്കിയിട്ട് ഒബ്ജക്ട് ഡോട്ടിട്ട് വിളിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞ ലീനിയർ ലേഔട്ട് എപ്പോഴും ഡിഫാൾട്ട് വെർട്ടിക്കൽ ആണ്. ഓറിയന്റേഷൻ കിടക്കുന്നത് താഴോട്ട് വരും. അത് ഹൊറിസോണ്ടൽ ആക്കിയാൽ റൈറ്റിലേക്ക് പോകും. ഒരു ലേഔട്ടിനകത്ത് എത്ര ലേഔട്ട് വേണേലും നെസ്റ്റഡ് ആയിട്ട് എഴുതാം. അതിന്റെ എക്സാമ്പിളും പറഞ്ഞു തന്നു. അല്ലേ? പിന്നെ റേഡിയോ ബട്ടൺ ആണ് ബേസിക് ആയിട്ട് ഇന്ന് ഫോക്കസ് ചെയ്ത്. റേഡിയോ ബട്ടൺ വെറുതെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ ചെക്ക് ബോക്സ് വെച്ച പോലെ വെക്കാൻ പറ്റത്തില്ല. കാരണം ഒരു സമയത്ത് ഒരു ഗ്രൂപ്പിലുള്ള ഒരെണ്ണെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റേഡിയോ ബട്ടനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് റേഡിയോ ഗ്രൂപ്പ്. റേഡിയോ ഗ്രൂപ്പ് ആണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം കോഡിനകത്തും ആ ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റിനെയാണ് ഈ ലിസണർ നമ്മൾ സെറ്റ് ചെയ്തത്. അല്ലേ? മറ്റേത് വെച്ചാൽ വലിയ പാടായിരുന്നു. മറ്റേത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. ഒത്തിരി വലിയ കോഡ് എഴുതണം. മനസ്സിലായോ? ഇത് ഇച്ചിരി സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്വിച്ച് കേസിലേക്കൊക്കെ പോയത്. കാരണം റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് അങ്ങനെ ഒത്തിരി വരത്തില്ല. ബേസിക് അത് ഉപയോഗിക്കുന്ന മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ വരത്തില്ല. അതുകൊണ്ട് ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അല്ലെങ്കിൽ വലിയ കോഡുകൾ എഴുതണം.